കൊപ്പം വളാഞ്ചേരി പാതയിൽ പാചകവാതക ലോറി മറിഞ്ഞു. അപകടത്തിൽപ്പെട്ടത് ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയുടെ ലോറി. ഡ്രൈവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തിരുവനന്തപുരം ജില്ലാതല പട്ടയമേള നെയ്യാറ്റിൻകരയിൽ നടന്നു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. 332 പട്ടയങ്ങൾ വിതരണം ചെയ്തു. ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് ഒക്ടോബർ 25 മുതൽ നവംബർ 15 വരെ ജനകീയ അദാലത്ത് നടത്തും. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചത് പൊന്നാനി ചെറുവൈക്കര സ്വദേശി അജിത്. അന്ത്യം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. ടി.എൻ. ജോയിയുടെ ഓർമ്മദിനമനുസ്മരിച്ച് അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസമനുഷ്ഠിച്ചവർ. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഒത്തുചേർന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 90 പേർ. ഗ്രോവാസു, വെള്ളത്തൂവൽ സ്റ്റീഫൻ, കെ.എൻ. രാമചന്ദ്രൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ മൂലം തകർക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനത്തെ പുനഃസംഘടിപ്പിക്കുന്നതിലെ മുൻനിര പോരാളിയായിരുന്നു ടി.എൻ. ജോയ്. തൃശൂർ ചാലക്കുടി സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ നേതൃത്വത്തിൽ ഓൾ കേരള കരാട്ടെ കുംഫു കളർ ബെൽറ്റ് മത്സരം സംഘടിപ്പിച്ചു. എം. അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. നീതിയും അർപ്പണബോധവുമുള്ള യുവതലമുറയെ വാർത്തെടുക്കാൻ തിരുവനന്തപുരം ആര്യനാട്ടെ ലോ കോളേജിന് കഴിയുമെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. നെയ്യാറ്റിൻകര രൂപതയുടെ സിൽവർ ജൂബിലി സാക്ഷാത്കാരമായ ലോ കോളേജ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോളേജിന്റെ ആശീർവാദം നെയ്യാറ്റിൻകര രൂപതാ മെത്രാൻ റവറന്റ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ നിർവഹിച്ചു. കൊല്ലം കടക്കലിൽ 14-കാരനെ കാണാനില്ലെന്ന് പരാതി. ചീങ്ങേലിയിലെ ട്യൂഷൻ സ്ഥാപനത്തിൽ പോയ വിദ്യാർത്ഥി തിരികെ വീട്ടിലെത്തിയില്ലെന്ന് കുടുംബം. പരാതിയിൽ കടക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ ചേർപ്പതി യൂണിയൻ ക്ലബ് ആൻഡ് ലൈബ്രറി പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ചടങ്ങ് നാട്ടിക മണ്ഡലം MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ എറിയാട് ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച തീരദേശ പോലീസ് എയ്ഡ് പോസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. E.T. ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ